ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗിരീഷ് കുമാർ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും 30 കിലോമീറ്ററിൻ്റെ ദൂരെയായി 45 കിലോമീറ്ററിൻ്റെ ദൂരെയായി സ്ഥിതിപ്പെടുന്ന മുരുഡേശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് മുരുഡേശ്വര ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ മൂകാംബികയിൽ വന്നിട്ട് ഏകദേശം മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 11:40 ഒരു ട്രെയിൻ കിട്ടും. ഈ ട്രെയിനകത്ത് 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുരുഡേശ്വര റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റും. അവിടെ നിന്നും ഒരു 50 രൂപ ഓട്ടോക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുരുഡേശ്വര ക്ഷേത്രത്തിൽ കൊണ്ടെത്തിക്കും. വളരെ ഈസി ആയിട്ടുള്ള യാത്രയാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും മുരുഡേശ്വരത്തിലേക്ക് പോകുന്ന യാത്ര വളരെ ഈസിയാണ്. നമുക്ക് 11:40 ആകുമ്പോഴത്തേക്കും ട്രെയിനുണ്ട്. ട്രെയിനകത്ത് വളരെ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ. കൂടുതൽ പൈസ കൊടുക്കണം. ടാക്സിയൊക്കെ നമുക്ക് വലിയ പൈസയൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ഇത് വളരെ മനോഹരമായ, പക്ഷേ മുരുഡേശ്വരൻ്റെ ഏറ്റവും മനോഹരമായ അവസ്ഥ ഈ അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് ഈ മുരുഡേശ്വര ക്ഷേത്രം സ്ഥിതിപ്പെടുന്നത്. എനിക്ക് ഒരുപക്ഷെ വളരെയധികം വീണ്ടും കാണണമെന്ന് തോന്നുന്ന, വീണ്ടും ഒന്നുകൂടി പോകണമെന്ന് തോന്നുന്ന ഒരു അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് ഈ മുരുഡേശ്വര ക്ഷേത്രം. എനിക്കവിടെ ചെന്നപ്പോൾ അത് ഫീൽ ചെയ്തു. അത്ര മനോഹരം. ആ ക്ഷേത്രത്തിലെ കൂടുതലും എന്താണത് ഒരു മനോഹരമായ ആരാധനാ രീതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിൻ്റെ ഒരു കടലിൻ്റെ വശ്യതയും അതേപോലെ തന്നെ ആ പ്രതിമയുടെ ഉയരവും രാജഗോപുരത്തിൻ്റെ ഉയരവും ഒക്കെയാണ്. അത് മനോഹരമാണ്. വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ധാരാളം ആളുകൾ ദിനം പ്രതി വന്ന് എത്തിച്ചേരുന്ന കാഴ്ച. നമുക്കിതിൻ്റെ 20 നിലകളുള്ള ഈ ഗോപുരത്തിന് മുകളിൽ 18ാം നിലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വെളിയിലോട്ട് 4 വശത്തുനിന്ന് വെളിയിലോട്ട് വ്യൂ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ട് നമുക്കത് ആസ്വദിക്കാം. എന്തെന്നില്ലാത്തൊരു ഫീലാണ്. ആ ഫീൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല, അത്ര മനോഹരമാണ്. ഈ മുരുഡേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യപ്പെടുന്നത് കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നുമുകളാണ് മുരുഡേശ്വര ക്ഷേത്രം. അതായത് 123 അടിയാണ് ഉയരം, അല്ലെങ്കിൽ 37 മീറ്റർ ഉയരമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ശിവരൂപങ്ങൾ വെച്ച് ഏറ്റവും 2ാം സ്ഥാനമാണ് ഈ മുരുഡേശ്വര ക്ഷേത്രത്തിൻ്റെ ശിവരൂപത്തിന്. അതുമാത്രമല്ല, ഇത് 3 പതിറ്റാണ്ട് മുന്നേ ആർ.എൻ. ഷെട്ടി, രാമനാഗ ഷെട്ടി എന്നറിയപ്പെടുന്ന ധനികനായ വ്യവസായി ഈ ക്ഷേത്രം കണ്ടെത്തിയതോടുകൂടിയാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം 1977 SK ആചാര്യ എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ഒരു ശില്പിയുടെ സഹായത്തോടു കൂടിയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ ശില്പം, ഈ ക്ഷേത്രമൊക്കെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ 2ാമത്തെ ശിവ പ്രതിഷ്ഠയായിട്ടാണ്, അല്ലെങ്കിൽ ശിവൻ്റെ പ്രതിമയായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. 1ാം സ്ഥാനം എനിക്ക് തോന്നുന്നു നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ശിവൻ്റെ പ്രതിമയാണ്. ഇതിന് ഈ രാജഗോപുരത്തിന് 249 അടി ഉയരമുണ്ട്. ആ ഉയരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അറബിക്കടലിനെ കാണുവാനും അതിനടുത്തുള്ള ബീച്ചൊക്കെ കാണുവാനും ഒക്കെ നമുക്ക് സാധിക്കും. വളരെ വളരെ മനോഹരമാണ്. നമുക്ക് ഓരോ പ്രദേശവും കാണുമ്പോഴും അതിൻ്റെ ഓരോ വ്യൂസുണ്ട്. നമുക്ക് അതിൻ്റെ മേളിലോട്ട് കയറി പോകുന്നതൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ്. വലിയ തിരക്കാണ്, ട്രാഫിക്കൊക്കെ വളരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രദേശമാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു 30 രൂപ, 30ഉം 50ഉം ഏകദേശം ഒരു 80 രൂപ ചിലവ് മാത്രമേ ഉള്ളൂ മുരുഡേശ്വരത്തേക്ക് പോകുവാൻ. അപ്പം രാവിലെ മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന് തൊഴുതതിന് ശേഷം 11:40 മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ട്രെയിൻ കിട്ടും. അപ്പോൾ അവിടെ ചെന്ന് കാണാൻ പറ്റുന്നതാണ്. വളരെ മനോഹരമാണ്. മൂകാംബികയിൽ വരുന്നത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രദേശമാണ്, ഒരു അമ്പലമാണ് മുരുഡേശ്വർ. പോയിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇപ്പം വീണ്ടും ഒരുപാട് നാളായി പ്രവർത്തനം 1977 ഇതിൻ്റെ പുനരുദ്ധാരണം ആരംഭിച്ചത്. ഇപ്പോൾ വീണ്ടും അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം, കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതിനെ മോഡിഫൈ ചെയ്യാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ എത്തിച്ചേർന്ന് വളരെ ക്രൗഡഡാണ് ഈ മുരുഡേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രദേശങ്ങൾ. വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കുടുംബസമയത്ത് നമുക്ക് ഇതിനകത്ത് രാത്രി ഒരു 7-7:30 കഴിയുമ്പോഴത്തേക്കും ആ രാജഗോപുരത്തിനകത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ലൈറ്റ് കത്തും, പല രീതിയിലുള്ള കളർ ലൈറ്റുകളൊക്കെ കത്തും. അപ്പോൾ അതൊക്കെ നമുക്ക്, ഞാനത് കാണാതിരുന്നില്ല. കുറച്ച് സമയം ഞാൻ കുറച്ചത് കണ്ടു നിന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോയി. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നമുക്കത് അവിടെ വരുന്ന ആളുകൾ അത്യാവശ്യമായി കണ്ടിരിക്കേണ്ട, അതായത് മൂകാംബിക ക്ഷേത്രത്തിൽ ഭക്തിയോടൊപ്പം തന്നെ മനസ്സിന് സന്തോഷം തോന്നുന്ന ചില കാഴ്ചകൾ നമുക്ക് മുരുഡേശ്വര ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വന്ന് ചേരുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് ഫോട്ടോ വ്യൂസ് നമുക്ക് അവിടെ നിന്നുണ്ട്, ഒരുപാട് ക്യാമറ. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് തരും. അവർ വളരെ മനോഹരമാണ്. ശരിക്കും പറഞ്ഞാൽ മുരുഡേശ്വര ക്ഷേത്രം ഒരു
ഒരു സ്പിരിച്വൽ മേഖല എന്നതിലുപരി അതൊരു ടൂറിസം മേഖല കൂടിയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശം. ടൂറിസം വ്യവസായങ്ങൾ നടക്കുന്നുണ്ട്, കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ദൂരെ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമൊക്കെ ധാരാളം ആളുകൾ വന്ന് കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് മുരുഡേശ്വര ക്ഷേത്രം. എല്ലാവരും അത് ചെന്ന് കണ്ട് അത് മനസ്സിലാക്കണം, കാണണം, അതിൻ്റെ അനുഭൂതി മനസ്സിലാക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയുവാനുള്ളത്. എല്ലാവരും മൂകാംബയിലെത്തുന്ന എല്ലാവർക്കും മുരുഡേശ്വര ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. नहीं नहीं